മനുഷ്യബന്ധങ്ങളിലെ ഉലച്ചിൽ എത്ര വലിയ പ്രത്യാഘാതങ്ങൾ നമ്മിൽ ഉണ്ടാക്കും എന്നറിയാമോ? എന്തുകൊണ്ടാണ് ഈ ബന്ധങ്ങൾ ഉലയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, ദൈവവുമായുള്ള ബന്ധം ശരി അല്ലാത്തതുകൊണ്ടെന്നേ ഞാൻ പറയൂ. ദൈവത്താൽ സ്പർശിക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം ബന്ധങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന വ്യക്തി ആയിരിക്കും. അവർ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നു. അവരുടെ ബന്ധങ്ങൾ ദൃഢമായിരിക്കും. യാക്കോബിൻ്റെ ജീവിതം ഇതിൻ്റെ ഒരു ഒന്നാന്തരം ഉദാഹരണമാകുന്നു. ദൈവം അവനെ യാബോക്ക് കടവിൽ കണ്ടുമുട്ടി അനുഗ്രഹിച്ചതിന് ശേഷം അവൻ്റെ ജീവിതം ഒരുപാട് വ്യത്യസ്തപ്പെട്ടു. എന്നാൽ ഇനിയും ഏറെ ദൂരം പോകേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ നമുക്ക് വിശദമായി കാണാവുന്നതാണ്. ഇന്നത്തെ ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. നാം ഉൽപ്പത്തി പുസ്തകം 33 അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. യാക്കോബ് ശേഖേമിൽ തങ്ങിയത് തന്നെ തെറ്റായിപ്പോയി. അവൻ്റെ കുടുംബം അവിടെ ആകെ മോശമാക്കപ്പെട്ടു എന്ന് കാണാവുന്നതാണ്. ലേയ യാക്കോബിന് പ്രസവിച്ച മകൾ ദീനയെ ഹിവ്യനായ ഹാമോരിൻ്റെ മകനായ ശേഖേം മാനഭംഗപ്പെടുത്തി. അപ്പോൾ ദീനയുടെ സ്വന്തം സഹോദരന്മാരായ ശിമയോനും ലേവിയും ഹാമോരിൻ്റെ പട്ടണത്തിലെ എല്ലാ നിവാസികളെയും കൊന്ന് പകരം വീട്ടുന്നു. ഇതൊരിക്കലും ന്യായീകരിക്കുവാൻ സാധ്യമല്ല. ഇത് യാക്കോബിൻ്റെ കുടുംബത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. മായ്ച്ചാൽ മായാത്ത കറ ആ കുടുംബത്തിന്മേൽ കൊണ്ടുവന്ന ഒരു സംഭവം. ഇത് വെളിവാക്കുന്ന ഒരു സത്യം എന്തെന്നാൽ, ലാബാനുമായുള്ള ബന്ധം വിട്ടെങ്കിലും അവൻ്റെ സ്വാധീനം ആ കുടുംബത്തിൽ നിന്നും പെട്ടെന്നൊന്നും വിട്ടുമാറിയിട്ടില്ല എന്നത്രേ. ഈ സാഹചര്യത്തിൽ നിന്നും യാക്കോബിനെയും കുടുംബത്തെയും മാറ്റുക വഴി ദൈവം ചെയ്തത് എത്ര നല്ല കാര്യമാണെന്ന് ഓർത്തോണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം വളരെയധികം സമയം ചെലവഴിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. വളരെ സമയം ചെലവഴിച്ച് നമ്മെ പഠിപ്പിക്കുവാനായി ദൈവം ശ്രദ്ധിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്നാമതായി വംശപാരമ്പര്യം, അല്ലെങ്കിൽ പൈതൃക ഗുണം. വർഗീയതയല്ല കേട്ടോ, പൈതൃക ഗുണം, വംശപാരമ്പര്യം. ഒരു ദൈവ പൈതലിനെ തന്നെ വിവാഹം ചെയ്യേണ്ടതാണെന്ന് ദൈവം നിഷ്കർഷിച്ചു. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമെല്ലാം. ഒരു വിശ്വാസി ഒരിക്കലും അവിശ്വാസിയുമായി വിവാഹബന്ധം കൂടുവാൻ പാടില്ല എന്ന് ദൈവം വ്യക്തമാക്കി. വംശപാരമ്പര്യത്തിനായി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ പ്രധാന പാഠം ഒരു വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാടാണ്. യാക്കോബിന്റെ ജീവിതത്തിൽ ഈ പ്രത്യേകത നാം കാണുന്നതാണ്. അവനൊരു വലിയ കുടുംബം ഉണ്ടായിരുന്നു. 12 പുത്രന്മാർ മാത്രമല്ല, പുത്രിമാരും ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഈ ഒരു പുത്രിയുടെ രേഖ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കാരണം ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ആ ദുഃഖകഥ അവളെ സംബന്ധിക്കുന്നതാണല്ലോ, ദീന. എന്നാൽ വേറെയും പുത്രിമാരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഉൽപ്പത്തി പുസ്തകം ശരിക്കും മനസ്സിലാക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അബ്രഹാമിന്റെ ഭവനത്തിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, നമുക്കറിയാം. ഏശാവ് ഇസഹാക്കിന്റെ ഇഷ്ടപുത്രനായിരുന്നു. യാക്കോബ് റിബേക്കയുടെയും ഇഷ്ടപുത്രനായിരുന്നു. ഇക്കാര്യത്തിൽ ആ കുടുംബത്തിൽ വളരെയേറെ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ഇതാ യാക്കോബിന്റെ ഭവനത്തിലും പ്രശ്നം. യാക്കോബ് ശേഖേമിൽ നിൽക്കുകയും അവിടെ അല്പം താമസിക്കുകയും ചെയ്യുന്നു. ഇതവന് വളരെയേറെ ദുഃഖം വരുത്തുവാൻ കാരണമായ സംഭവങ്ങൾക്ക് വഴിയൊരുക്കി. ഉള്ളത് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം ശോചനീയവും വെറുപ്പിക്കുന്നതും അറുപ്പുളവാക്കുന്നതുമായ ഒരധ്യായം അത്രേ. ഈ സമയത്ത് ഇത് യാക്കോബിന് വളരെയേറെ ഹൃദയവേദന ഉണ്ടാക്കിയ സംഭവമാകുകയും ചെയ്തു. ഒരു കാര്യം ഓർക്കണം, അതായത് യാക്കോബ് ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഒരു യാഗപീഠം പണിയുകയും അതിന് മനോഹരമായൊരു പേരിടുകയും ഒക്കെയായിരുന്നു. അങ്ങനെ ചെയ്യുക മൂലം അവൻ ജീവനുള്ള സത്യദൈവത്തിനൊരു സാക്ഷിയാകുകയായിരുന്നു ചെയ്തത്. അവൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരമുണ്ട്, അത് വ്യക്തമാണ്, അത് സത്യമാണ്. എന്നാൽ അത് സാവധാനമുള്ള ഒരു വളർച്ചയും പുരോഗതിയുമായിരുന്നു. ഇത് നമുക്ക് ഇന്നൊരു പാഠമായിരിക്കണം. ഒരു ദൈവപൈതലായി കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് പൂർണ്ണ വളർച്ചയിലെത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ചു വന്ന അനേകരും നിരാശപ്പെട്ട് തിരികെ പോയി. മറ്റു പലരും വളർന്നെന്ന് അഭിമാനിച്ചാകെ കിടന്നു കുഴയുകയാണ്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അധ്യാപകനായിരിക്കുന്നതിനാൽ ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുന്ന കുടുംബത്തിലേക്ക് പൂർണ്ണ വളർച്ചയെത്തിയ പുത്രന്മാരായി ദൈവം നമ്മെ ദത്തെടുക്കുന്നു. എന്നാൽ നമ്മുടെ ആത്മീയ വളർച്ചയും പുരോഗതിയും വളരെ സാവധാനമായിരിക്കും. നമ്മെ നീതിമാന്മാർ എന്ന് ദൈവം പരിഗണിച്ചു. അത് ദൈവം തന്നതായ ഒരു സ്ഥാനമാണ്. എന്നാൽ വാസ്തവത്തിൽ ആ സ്ഥിതിയിലേക്ക് നാം വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ, നമ്മുടെ ദൈവം നമ്മെ കൈവിടില്ല. നമ്മുടെ ദൈനംദിന ജീവിതം ശിമോൻ പത്രോസിൻ്റേതുപോലെ ആയിരിക്കും. ഇവിടെ ഇടറുകയും അവിടെ വീഴുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ. പല പ്രാവശ്യം വീടെങ്കിലും ശിമോൻ പത്രോസ് വീണ്ടും വീണ്ടും എഴുന്നേൽക്കുകയും ശരീരത്തിൽ പറ്റിയ പൊടിയൊക്കെ തട്ടിക്കളയുകയും ചെയ്തു. ഇതോർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു സുദിനം സമാഗതമായി. അന്നു മുതൽ പത്രോസിന് കർത്താവിനോട് വളരെ ചേർന്ന് നടക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ! വാസ്തവത്തിൽ നമ്മുടെ കർത്താവ് ചെയ്തതുപോലെ ഒരു ക്രൂശിന്റെ ചുവട്ടിലേക്ക് അവൻ നടന്ന് ചെന്നു. അതത്രേ ഉന്നതമായ വളർച്ച. നിങ്ങളും ഞാനും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മുടെ സ്വന്തം ജീവിതത്തിലും വളർച്ച വളരെ സാവധാനമായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ആത്മീയ വളർച്ച. മറ്റുള്ളവരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സത്യം. ഒറ്റ ദിവസം കൊണ്ട്, 1 മാസം കൊണ്ട്, 3 മാസം കൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞവളായി എന്ന് കാണിക്കാൻ തത്രപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എന്തുകണ്ട് പാപത്തിൽ കിടന്ന് ഉരുളണം എന്നല്ല ഞാൻ പറഞ്ഞത്. ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അവരിൽ നിന്നും എത്രമാത്രം വൻ കാര്യങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മിൽ നിന്നും വളരെയേറെ പ്രതീക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും കിടന്ന് നട്ടം തിരിയുകയല്ലേ ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒട്ടും ആകർഷകമല്ലാത്ത 3 അധ്യായങ്ങളുണ്ട്. അവയെല്ലാം ദുഃഖമെന്ന് പറയട്ടെ, ലാബാന്റെ മൂത്ത മകളായ ലേയയുടെ കുട്ടികളെ സംബന്ധിക്കുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ബഹുഭാര്യത്വം അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവത്രേ ഈ അധ്യായങ്ങൾ എന്നത്രേ. ഇതൊരു പരിധിവരെ യാക്കോബിന്റെ മേൽ അടിച്ചേൽപ്പിച്ച ബന്ധമാണല്ലേ. അതുകൊണ്ട് ഇത് യാക്കോബിന്റെ കാര്യത്തിൽ ശരിയാകുന്നില്ല എന്ന് ഞാൻ മറക്കുന്നില്ല. ഈ ഭാഗത്ത് നാം കാണുന്നത് ലേയയുടെ മക്കളെല്ലാം പാപത്തിൽ അകപ്പെടുന്നതാണ്. അവൾക്ക് 4 പുത്രന്മാരുണ്ടായിരുന്നു. 34-ാം അധ്യായത്തിൽ ശിമയോനും ലേവിയും, 35-ാം അധ്യായത്തിൽ ആദ്യജാതനായ രൂബേനും, 38-ാം അധ്യായത്തിൽ യഹൂദയും വഴിതെറ്റുന്നു. ലേയയുടെ പുത്രന്മാരെല്ലാം വളരെ മോശമായി പ്രവർത്തിക്കുന്നു. അവരുടെ ജീവിതത്തിലെല്ലാം നികൃഷ്ടമായ പാപമുണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. ഈ കുടുംബങ്ങളിലെ വഴക്കുകളെല്ലാം നാം കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ ഇവിടെ ഇതാ നികൃഷ്ടമായ പാപം രംഗപ്രവേശനം ചെയ്യുന്നു. അബ്രഹാമിന്റെയോ ഇസഹാക്കിന്റെയോ കുടുംബത്തിൽ ഇല്ലാതിരുന്ന ധാർമ്മിക അധപ്പതനവും കൃത്രിമത്വവും യാക്കോബിന്റെ കുടുംബത്തിൽ നുഴഞ്ഞുകയറി. അബ്രഹാമിനും ഇസഹാക്കിനും തങ്ങളുടെ കുടുംബങ്ങളിൽ വളരെയേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ യാക്കോബിന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ യാതൊന്നുമല്ലായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ദൈവം യാക്കോബിനെയും കുടുംബത്തെയും ലാബാന്റെ സ്വാധീനത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവന്നത്. ലാബാന്റെ ഭവനത്തിലെ ആ അന്തരീക്ഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന നീചമായ പാപങ്ങൾക്ക് പശ്ചാത്തലമായി തീർന്നു. ദൈവത്തിന്റെ കരുതൽ ശ്രദ്ധിക്കണം. തന്റെ പുത്രൻ വന്ന് ജനിക്കുവാനുള്ള ആ വംശം മലിനപ്പെടരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായത്തിലേക്കൊന്ന് പ്രവേശിച്ച് ചില കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാം. യാക്കോബ് ഇവിടെ ശേഖേമിൽ യാത്ര നിർത്തി. അവിടെ ആ പട്ടണത്തിനടുത്തൊരു ചെറിയ സ്ഥലം വാങ്ങി. എന്നാൽ അത് അത്ര നല്ല സ്ഥലമല്ലായിരുന്നു. ഈ മനുഷ്യനെ ഇവിടെ നിന്നും വേർതിരിക്കുവാൻ ദൈവം പരിപാടിയിട്ടു. യാക്കോബിനെ ഇവിടെ നിന്നും അകറ്റുന്നതാണ് നല്ലതെന്ന് ഈ അധ്യായം വായിച്ചു കഴിയുമ്പോൾ നിങ്ങളും സമ്മതിക്കും. 34-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയി. എന്നാറെ ഹിവ്യനായ ഹമോരിന്റെ മകനായി ദേശത്തിന്റെ പ്രഭുവായ ശേഖേം അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ചു. അവൾക്ക് പോരായ്മ വരുത്തി. ദീന ഈ ശേഖേം പട്ടണത്തിലൊന്ന് ചുറ്റിക്കറങ്ങുവാൻ പരിപാടിയിട്ടു. അപ്പോഴാണ് ഈ സംഭവം. ശേഖേം അവളെ മാനഭംഗപ്പെടുത്തി. ഇന്നത്തെ ഭാഷയിൽ ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു. യാക്കോബിന് ഇത് എത്ര വലിയ ആഘാതമായിരുന്നിരിക്കണം.
ശേഖേം ഇത്ര നീചമായി അവളോട് പെരുമാറിയല്ലോ. ആ മോശമായ സ്ഥലത്ത് പാർത്താൽ ആകെ തെറ്റും. പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷമല്ല അവിടുത്തേത്. 3-4 വാക്യങ്ങളിൽ നാം കാണുന്നതും അവന്റെ ഉള്ളം യാക്കോബിന്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു. അവൻ ബാലയെ സ്നേഹിച്ചു, ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു. ശേഖേം തന്റെ അപ്പനായ ഹമോറിനോട് ഈ ബാലയെ എനിക്ക് ഭാര്യയായിട്ടെടുക്കണം എന്ന് പറഞ്ഞു. ഈ വായിച്ചു കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുത എന്തെന്നാൽ ആ പെൺകുട്ടിയെ നശിപ്പിക്കണം എന്ന ചിന്തയല്ലായിരുന്നു ശേഖേമിൻ്റേത് എന്നതത്രേ. അവൻ ബാലയെ സ്നേഹിച്ചിരുന്നു. അവളെ വിവാഹം ചെയ്യുവാൻ തന്നെയായിരുന്നു അവന്റെ ഉദ്ദേശം. ഓർക്കണം, അവൻ ആ നാട്ടിലെ പ്രഭുവാണ്. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ മകളായ ദീനയെ അവൻ വഷളാക്കി എന്ന് യാക്കോബ് കേട്ടു. അവന്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിലായിരുന്നു. അവർ വരുവോളം യാക്കോബ് മിണ്ടാതിരുന്നു. ശേഖേമിന്റെ അപ്പനായ ഹാമാർ യാക്കോബിനോട് സംസാരിപ്പാൻ അവന്റെ അടുക്കൽ വന്നു. യാക്കോബിന്റെ പുത്രന്മാർ വസ്തുത കേട്ട് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിന്റെ മകളോടുകൂടെ ശയിച്ചു. അങ്ങനെ അരുതാത്ത കാര്യം ചെയ്ത് ഇസ്രായേലിൽ വഷളത്വം പ്രവർത്തിച്ചതുകൊണ്ട് ആ പുരുഷന്മാർക്കും വ്യസനം തോന്നി, മഹാകോപവും ജ്വലിച്ചു. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കരുതായിരുന്നു, എന്നാൽ സംഭവിച്ചുപോയി. ഇപ്പോൾ അവൻ ബാലയെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് ഇതേക്കുറിച്ച് കേട്ടപ്പോൾ തന്റെ പുത്രന്മാർ വരുന്നതുവരെ അവൻ കാത്തിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടിയൊരു യുദ്ധത്തിനുള്ള കണക്കുകൂട്ടൽ പോലെയാണിപ്പോൾ. എന്റെ അഭിപ്രായത്തിൽ യാക്കോബ് ഇത്രയും അധികം അവർക്ക് പറഞ്ഞുകൊടുത്ത് ചൂടാക്കേണ്ടിയില്ലായിരുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ശേഖേമിന്റെ പിതാവ് വന്നപ്പോൾ അവരുടെ ഉദ്ദേശം വ്യക്തമായി. യാക്കോബ് അതിന് സമ്മതിച്ചു കാണും. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും യുക്തമായിട്ടുള്ളത് അതാണല്ലോ. ഏതായാലും അവർ അത് കൈകാര്യം ചെയ്ത വിധം ഒരിക്കലും ദൈവം അംഗീകരിക്കുന്നതല്ലായിരുന്നു എന്നത് തീർച്ചയാണ്. 8-9 വാക്യങ്ങളിൽ നാം കാണുന്നു, ഹാമോർ അവരോട് സംസാരിച്ചു. എന്റെ മകൻ ശേഖേമിന്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു. അവളെ അവന് ഭാര്യയായി കൊടുക്കണം. നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യുവീൻ. ഇവർ തമ്മിൽ വിവാഹബന്ധം കൂടുന്നത് തെറ്റായിരുന്നെങ്കിൽ തന്നെ ഈ സാഹചര്യത്തിൽ ദീനായെ ശേഖേമിന് കൊടുക്കുന്നതായിരുന്നു ബുദ്ധി. കാരണം അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായൊരു പാപം ചെയ്യാതിരിക്കുവാൻ സഹായിച്ചേനെ. എന്നാൽ സംഗതികൾ എല്ലാം തകിടം മറിയുന്നതായി കാണുന്നു. ഇതെല്ലാം വെളിവാക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ യാക്കോബ് അവിടെ നിന്നും മാറിപ്പോയേ മതിയാകൂ. ഇതവന് പറ്റിയ സ്ഥലമല്ല. അതെ, അവർ ആ ദേശക്കാരുമായി ഇടകലരരുത്. 13 വാക്യത്തിൽ നാം കാണുന്നത്, തങ്ങളുടെ സഹോദരിയായ ദീനായെ ഇവൻ വഷളാക്കിയതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാർ ശേഖേമിനോടും അവന്റെ അപ്പനായ ഹാമോറിനോടും സംസാരിച്ച് കപടമായി ഉത്തരം പറഞ്ഞത്, ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മിയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് പാടുള്ളതല്ല. അത് ഞങ്ങൾക്ക് അപമാനമാകുന്നു. എങ്കിലും ഒന്ന് ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം. വളരെ കണക്ക് കൂട്ടിയ ഒരു പദ്ധതിയുമായിട്ടാണ് ഹാമോറും ശേഖമും വന്നത്. ഞാൻ ചിന്തിക്കുന്നത് ഈ സാഹചര്യത്തിൽ യാക്കോബ് തന്റെ കുടുംബത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്നായിരുന്നു. തീരുമാനമെടുക്കുവാൻ മക്കളെ അനുവദിക്കരുതായിരുന്നു. ശേഖേമിനെയും ഹാമോരിനെയും വഞ്ചിക്കുവാൻ യാക്കോബ് തന്റെ മക്കളെ അനുവദിച്ചത് തെറ്റായിപ്പോയി. എന്നെ ഇവിടെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം എന്തെന്നാൽ, യഥാർത്ഥ വ്യവഹാരം, അതായത് മാനഭംഗപ്പെടുത്തി പീഡിപ്പിച്ചു എന്ന പാപം അവഗണിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടില്ല എന്ന് വെച്ചിട്ട് അഗ്രചർമ്മികളുമായി വിവാഹബന്ധം കൂടരുതെന്ന ദൈവനിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു പിടിപിടിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവരുടെ പ്രശ്നം. മറ്റേത് സാരമില്ലാത്തതുപോലെ അവർ സംസാരിക്കുന്നു. 15 വാക്യം മുതൽ നോക്കിക്കാട്ട്, നിങ്ങളിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ എടുക്കുകയും നിങ്ങളോടുകൂടെ പാർത്ത് ഒരു ജനമായിത്തീരുകയും ചെയ്യാം. പരിച്ഛേദന ഏൽക്കുന്നതിൽ ഞങ്ങളുടെ വാക്ക് സമ്മതിക്കാഞ്ഞാലോ ഞങ്ങൾ ഞങ്ങളുടെ ബാലയെ കൂട്ടിക്കൊണ്ടുപോരും. യാക്കോബിന്റെ മക്കൾ അവരോട് ആവശ്യപ്പെടുന്നത് പരിച്ഛേദന എന്ന ആചാരത്തിൽ കൂടി കടന്നുപോകുവാനാണ്. എത്ര വിചിത്രമായൊരു കാര്യം! പെണ്ണ് കെട്ടുവാൻ കാണിക്കുന്ന അർത്ഥമില്ലാത്ത ആചാരങ്ങൾ
നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഉണ്ടല്ലോ ഈ കാര്യങ്ങൾ. ഈ പ്രവൃത്തികൾ ഇന്നും അരങ്ങേറുന്നുണ്ട് എന്നതാണ് വാസ്തവം. പെണ്ണിന്റെ അല്ലെങ്കിൽ പയ്യന്റെ മാതാപിതാക്കൾക്ക് നിർബന്ധം തങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടക്കണം. അതിന് ഒരു വിശ്വാസവുമില്ലാത്ത ഒരു പാർട്ടിയെ കൊണ്ടുവന്ന് വെള്ളം തളിച്ചോ വെള്ളത്തിൽ മുക്കിയോ മറ്റോ ഒരു പരുവത്തിലാക്കി കല്യാണം കഴിപ്പിക്കുന്നു. ഈ സമയത്തെടുക്കുന്ന പ്രതിജ്ഞയ്ക്കോ അപ്പോൾ നടക്കുന്ന ആചാരങ്ങൾക്കോ ഈ പാർട്ടിക്ക് എന്തെങ്കിലും വിലയുണ്ടോ? ഈ കല്യാണം കഴിക്കുവാൻ കാണിക്കുന്ന ഈ തട്ടിപ്പ് കല്യാണം കഴിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ തട്ടിപ്പാകുന്നു. കല്യാണം കഴിക്കുവാൻ എടുക്കുന്ന തീരുമാനങ്ങളും തട്ടിപ്പ് മാത്രമാകുന്നു എന്നല്ലേ കാണിക്കുന്നത്? കാര്യം കാണണം, അത്രമാത്രം. വചനാടിസ്ഥാനത്തിൽ മുൻപോട്ടു പോകുന്ന ഒരു സഭയിലെ അംഗമായ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്രകാരം പറയുകയുണ്ടായി. അവരുടെ സഭയിൽ അംഗമായ ആരെങ്കിലും വിവാഹം കഴിക്കുന്നതിനു മുൻപ് സഭയിൽ സാക്ഷ്യം പറഞ്ഞിരിക്കണം എന്ന് നിർബന്ധമായി ഒരു ചട്ടമുണ്ട്. അപ്പോൾ പല മിടുക്കന്മാരുടെയും പണി വിവാഹം നടക്കുന്നതിനോടനുബന്ധിച്ച് ഒരു ആരാധനയിൽ എഴുന്നേറ്റ് നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടിരിക്കും. ഒരു വ്യത്യാസവും ജീവിതത്തിലില്ല. ഈ പാർട്ടി സാക്ഷ്യം പറഞ്ഞിട്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും കുശുകുശുക്കും, കല്യാണം ശരിയായിട്ടുണ്ടെന്നാ തോന്നുന്നത്. അപ്പോൾ ഈ ആചാരത്തിന് എന്തു വിലയാണ് നൽകുന്നതെന്ന് ചിന്തിക്കൂ. കാര്യം കാണാൻ വിശ്വാസിയാകുന്നു എന്ന് കാണിക്കുന്ന നികൃഷ്ടമായ അവസ്ഥ. പല സഭയിലും പുതുതായി അംഗങ്ങൾ ചേരുന്നത് എന്തിനാണെന്ന് ചിന്തിക്കൂ. സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതിനോളം തെറ്റായി വേറെന്താണുള്ളത്? ഇവിടെയും ഈ കൂട്ടത്തെ അങ്ങനെയാണ് യാക്കോബിന്റെ മക്കളാക്കി തീർക്കുന്നത്. യാക്കോബിന്റെ പുത്രന്മാർ പറയുന്നു, നീ ഈ പരിച്ഛേദന എന്ന കർമ്മത്തിലൂടെ പോകാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം താനേ ശരിയായിക്കൊള്ളുമെന്ന്. ഒരു വലിയ പങ്ക് ആളുകൾ ചിന്തിക്കുന്നത് അവർ ഒരു സഭയിൽ ചേർന്നാൽ തലകുലുക്കുവാൻ പഠിച്ചാൽ, കൈപൊക്കുവാൻ പഠിച്ചാൽ, ശരിയായ വാക്കുകൾ ഉപയോഗിക്കുവാൻ പഠിച്ചാൽ, ശരിയായ വാക്യം ഉദ്ധരിച്ചാൽ പിന്നെ ഒരു വിശ്വാസിയായെന്നാണ്. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുമെങ്കിൽ ചിലതൊക്കെ സംഭവിക്കും, സംശയമില്ല. അപ്പോൾ നിങ്ങളൊരു വ്യത്യസ്ത വ്യക്തിയായിരിക്കും സുഹൃത്തെ. അല്ലാതെ സഭ മാറിയതുകൊണ്ടോ മതം മാറിയതുകൊണ്ടോ പേര് മാറിയതുകൊണ്ടോ ഇതുകൊണ്ടൊന്നും ഒരു വ്യക്തി ഹൃദയം മാറ്റപ്പെട്ടവൻ ആകുന്നില്ല. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹമില്ലാതെ നിങ്ങൾക്കൊരു ദൈവപൈതലാകുവാൻ സാധ്യമല്ലേ അല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിനായി ഒരു സഭയിലെ അംഗമായിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഏതായാലും യാക്കോബിന്റെ പുത്രന്മാർ ആവശ്യപ്പെട്ടതുപോലെ ശേഖയം ചെയ്യുന്നു. അവരുടെ പട്ടണത്തെ മുഴുവൻ അവർ അതിനകത്തുൾപ്പെടുത്തി എന്നതാണ് ഖേദകരം. നിരപരാധികളായ നൂറുകണക്കിന് ആളുകൾ. ഏതായാലും കാര്യങ്ങൾ ശേഖേമും പിതാവും പറഞ്ഞതുപോലെ നടന്നു. വേറൊരു കാര്യം കൂടി ഈ ജനത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹബന്ധത്തിലേർപ്പെടുന്നത് മൂലം യാക്കോബിന്റെ സ്വത്തുക്കൾ കൂടി അവർക്ക് കൈക്കലാക്കാമെന്ന്. അങ്ങനെ രണ്ടു കൂട്ടർക്കും വ്യത്യസ്തങ്ങളായ ചിന്താഗതികളായിരുന്നു ഉണ്ടായത്. 24 വാക്യത്തിൽ നാം കാണുന്നത്, അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്കാകെയില്ലയോ? അവർ പറയും വണ്ണം സമ്മതിച്ചാൽ മതി, എന്നാൽ അവർ നമ്മോടുകൂടെ പാർക്കും എന്ന് പറഞ്ഞു. 3-ാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിന്റെ 2 പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ ശിമയോനും ലേവിയും താൻ്റെ വാളെടുത്ത് നിർഭയമായിരുന്ന പട്ടണത്തിന്റെ നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. അവിശ്വാസികളിൽ പരിച്ഛേദന എന്ന കർമ്മം നടത്തുന്നത് എത്രമാത്രം നികൃഷ്ടമാണെന്നറിയാമോ? മാനസാന്തരപ്പെടാത്ത വ്യക്തിയെ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കുന്നത് പോലെയാണിത്. ഇന്നിത് വളരെ നടക്കുന്നുണ്ട്. ദൈവമക്കളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞതെന്നറിയാമല്ലോ. ഏതായാലും ഇനിയും യാക്കോബിന്റെ മക്കളുടെ യഥാർത്ഥ നിറം കാണുവാൻ പോകുകയാണ്. തികച്ചും വഞ്ചനയായിരുന്നു അവിടെ സംഭവിച്ചത്. ശിമയോനും ലേവിയും ദീനായുടെ സ്വന്തം സഹോദരന്മാരായിരുന്നു. അതായത് യാക്കോബിന് ലേയയിലുണ്ടായ മക്കൾ. അവർക്കാണ് കൂടുതൽ പ്രതികാരവാഞ്ചയുണ്ടായിരുന്നത്. അവരുടെ പ്രതികാരത്തിൽ അവർ വളരെ മുൻപോട്ട് പോയി. ദീനായെ മാനഭംഗപ്പെടുത്തി എന്നുള്ളതോ ഹമോർ യാക്കോബിനുള്ളത് കൈക്കലാക്കുവാൻ ചിന്തിച്ചിരുന്നു എന്നുള്ളതോ ഒന്നും ശിമയോന്റെയും ലേവിയുടെയും പ്രവർത്തനത്തെ ന്യായീകരിക്കില്ല എന്നോർക്കുക. അവർ ആ ദേശക്കാരോട് കാണിച്ചത് മൃഗീയമായിപ്പോയി, നികൃഷ്ടമായിപ്പോയി. ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. അത് വഞ്ചനയായിരുന്നു. 26-27 വാക്യങ്ങളിൽ അവർ ഹമോരിനെയും അവന്റെ മകനായ
ശേഖേമിനെയും വാളിന്റെ വായ്ത്തലയാൽ കൊന്നു. ദീനയെ ശേഖേമിന്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നെ യാക്കോബിന്റെ പുത്രന്മാർ നിഹിതന്മാരുടെ ഇടയിൽ ചെന്ന് തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയതുകൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു. യാക്കോബിന്റെ മറ്റു പുത്രന്മാരും ഇപ്പോൾ ഇവരോട് കൂടെ കൂടി. ഇത് വെളിപ്പെടുത്തുന്നത് യാക്കോബിന്റെ കുടുംബത്തിലെ അത്യാഗ്രഹമാണ്. അതൊരിക്കലും ശരിയായില്ല. അതവർ ലാബാന്റെ വീട്ടിൽ നിന്നും പഠിച്ചതാണെന്നുള്ളത് വ്യക്തമാണ്. 28 മുതലുള്ള വാക്യങ്ങളിൽ അവർ അവരുടെ ആട്, കന്നുകാലി, കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലുമുള്ളവയൊക്കെയും അപഹരിച്ചു. അവരുടെ സമ്പത്തൊക്കെയും എല്ലാ പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി. വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു. അപ്പോൾ യാക്കോബ് ശിമെയോനോടും ലേവിയോടും, ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ. അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ ഇതാ യാക്കോബിന്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായി കാണുന്നത് അവന്റെ തെറ്റായിട്ടുള്ള സമീപനമാണ്. യാക്കോബ് ശിമെയോനെയും ലേവിയെയും ശാസിക്കുന്നത് എന്തിനാണെന്ന് ശ്രദ്ധിച്ചോ? അവർ അവനെ നാറ്റിച്ചു വിഷമത്തിലാക്കി എന്ന കാരണത്താലാണ്. അല്ലാതെ അവർ ചെയ്ത പാപത്തെ അവൻ ശാസിക്കുന്നില്ല. പാപത്തെക്കുറിച്ചും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പലപ്പോഴും നമുക്ക് തെറ്റായൊരു കാഴ്ചപ്പാടുണ്ടാകുക സാധാരണമാണ്. പലപ്പോഴും അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മാത്രമേ നാം ഭാരപ്പെടാറുള്ളൂ. ചില പ്രത്യേക വിഷയങ്ങളിൽ തങ്ങളുടേതായ ഒരു നിലപാട് പല വിശ്വാസികളും എടുക്കാറില്ല. അതിൻ്റെ കാരണം അറിയാമോ? തങ്ങൾ കൂടി നടക്കുന്ന ചെറിയ കൂട്ടമുണ്ടല്ലോ, അവർ പറയുന്നത് അംഗീകരിച്ചെന്ന് വരില്ല. ഞാൻ സഹകരിച്ച് നടക്കുന്ന സമൂഹം ചെയ്യുന്നത് തെറ്റാണെങ്കിലും ഞാൻ അതങ്ങ് കണ്ണടച്ചു വിടും. അല്ലെങ്കിൽ അവരെന്നെ ഒറ്റപ്പെടുത്തിയാലോ എന്ന ചിന്ത. ഒരു പ്രത്യേക കാര്യം തെറ്റോ ശരിയോ എന്നുള്ളതല്ല, പിന്നെയോ ഞാനത് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവരെ പാട്ടിലാക്കുവാൻ സാധിക്കുമോ എന്നതാണ് പ്രശ്നം. തങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വാസികളോട് ദൈവം തന്നെ കരുണ കാണിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. പലരുടെയും ചിന്താഗതി സ്വന്തം നിലനിൽപ്പിനു വേണ്ടി തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞാൻ ചെയ്യും എന്നതാണ്. മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, എൻ്റെ പേരിന് ദോഷം വരാതിരുന്നാൽ മാത്രം മതി. അതുകൊണ്ടത്ര ഇന്ന് നമ്മുടെ പള്ളികളിലും സഭകളിലും ആകെ ചിന്താക്കുഴപ്പത്തിലായ അസംതൃപ്തരായ അനേകം ആളുകളുള്ളത്. സത്യത്തിനു വേണ്ടി നിൽക്കുക എന്നത് മഹത്തായ കാര്യമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല. നാം അങ്ങനെ തീരുമാനിക്കുമ്പോൾ പിന്നെ പാപത്തോട് നാം അനുരഞ്ജനപ്പെടില്ല. അങ്ങനെ നാം തീരുമാനിക്കുമ്പോൾ വാസ്തവത്തിൽ അത് നമുക്ക് അനുഗ്രഹമാകും. പാവം യാക്കോബ് ആത്മീയമായി വളരുന്നുണ്ടെന്നാൽ ഈ പറഞ്ഞ അവസ്ഥ മനസ്സിലാക്കുവാൻ അവന് കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ അപ്പൻ ചോദിച്ചപ്പോൾ ഈ മക്കൾ തങ്ങളെ തന്നെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നത് 31 വാക്യത്തിൽ നോക്കിക്കേ. അതിന് അവർ, ഞങ്ങളുടെ സഹോദരിയോട് അവന് ഒരു വേശ്യയോടെന്ന പോലെ പെരുമാറാമോ എന്ന് പറഞ്ഞു. അത് നല്ല ചോദ്യമായിരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ തന്നെ ശിക്ഷ നടപ്പാക്കുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവർ ആദ്യം ആ പയ്യനെ വിളിച്ച് സംസാരിച്ചിട്ട് തങ്ങളുടെ സഹോദരിയെ അവന് വിവാഹം ചെയ്തു കൊടുക്കണമായിരുന്നു. അതായിരുന്നു ഏറ്റവും ഉത്തമമായ കാര്യം. എന്നാൽ തന്നെ ഒരു കാര്യം ഓർക്കണം, അങ്ങനെ ചെയ്യുന്നത് ശരിയായ കാര്യമായിരിക്കില്ല. ആ നാട്ടിലുള്ളവരെ മുഴുവൻ കൊല ചെയ്യുന്നതിലും എത്രയോ നല്ലതായിരുന്നു ഈ പറഞ്ഞ കാര്യം. അവരെ ന്യായീകരിക്കാവുന്ന ഒരു ഉപാധിയുമില്ല. ഞാൻ അതിനൊട്ടൊരുങ്ങുന്നുമില്ല. അവരുടെ പ്രവൃത്തി വാസ്തവത്തിൽ തെറ്റായിരുന്നു. അതേസമയം നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, അവർ റോമാലേഖനം 12 അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യത്തിന്റെ വെളിച്ചത്തിലല്ല ജീവിച്ചിരുന്നത്. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുന്ന ആ പ്രമാണം. ഇവിടെ ഒരു വിശ്വാസി ഇതുപോലുള്ള രംഗങ്ങളിൽ അനുവർത്തിക്കേണ്ട പ്രമാണം റോമാലേഖനം 12 അധ്യായമാണ്. നാം പ്രതികാരത്തിനൊരുങ്ങുന്ന ആ നിമിഷം അത് അർത്ഥമാക്കുന്നത് നാം വിശ്വാസത്താലല്ല, പിന്നെയോ നമ്മുടെ സ്വന്തം പരിശ്രമത്താലാകുന്നു ജീവിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്ന് നാം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ എത്ര പേരോടുള്ള പ്രതികാര വാഞ്ചയുണ്ട് സുഹൃത്തെ? പലരോടും നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കാത്തതിനാൽ ഉള്ളിൽ നീരസം പൊങ്ങുകയല്ലേ? അവർക്കെന്തെങ്കിലും ദോഷമായിട്ടുള്ളത് ഭവിച്ചു കാണുവാൻ നിങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ? അതെ, ദൈവം അവരെ ശിക്ഷിച്ചു കാണുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്തതിന് വളരെ നന്ദി. ചിന്തിച്ച കാര്യങ്ങൾ പ്രയോജനകരമായിരുന്നുവല്ലോ. യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്നും എത്രയെത്ര കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മെ ആ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇല്ലേ? നമ്മുടെ ജീവിതം യാക്കോബിൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടതുപോലെ ക്രമീകരിക്കപ്പെടേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനം ഇന്ന് വീണ്ടും ഞങ്ങൾക്ക് തന്നല്ലോ. ഈ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നുവെങ്കിൽ കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ബന്ധങ്ങൾ നേരെയാകുവാൻ അവരെ നീ സഹായിക്കണമേ. കയ്പും വിദ്വേഷവും പകയും ഒക്കെ മാറി സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും മുൻപോട്ട് പോകുവാൻ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ, ഞങ്ങളുടെ ജഡം അതിന് അനുവദിക്കുന്നില്ല. എന്നാൽ നീ ഞങ്ങളോട് കൂടെയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് ദൃഢമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്ന കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ, അയൽക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ, സഭകളിലെ ബന്ധത്തിൽ, ഇവിടൊക്കെ ദൈവത്തെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയേണ്ടതിന് ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധത്തിൽ ഞങ്ങൾ ഓരോരുത്തരുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അതിനായിട്ട് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.